ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. പാലിയേക്കര ടോൾ താൽക്കാലികമായി തടഞ്ഞ ഉത്തരവിന്റെ കാലാവധി ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് ഹർജി പരിഗണിക്കുന്നത്. ടോൾ നിരക്ക് വർദ്ധിപ്പിച്ച നടപടിയടക്കം ഹൈക്കോടതിക്ക് മുമ്പിലേക്ക് എത്തും. അമൽ സുരേന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. അമൽ, ഈ ടോളുമായി ബന്ധപ്പെട്ടുള്ള ഇന്നത്തെ കോടതി നടപടികൾ വളരെ നിർണായകമാണ്. ഈ ടോള് താൽക്കാലികമായി തടഞ്ഞ നടപടി അത് വീണ്ടും നീട്ടുമോ ഹൈക്കോടതി എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതുപോലെ NHAI ഇന്ന് കോടതിയിൽ ഈ ടോൾ നിരക്ക് ഉയർത്തിയതുമായി ബന്ധപ്പെട്ട കാര്യത്തിലടക്കം മറുപടി നൽകേണ്ടി വരില്ലേ അമൽ? റീജിത്ത്, അങ്ങനെ തന്നെയാണ്. പാലിയേക്കര ടോൾ, അതായത് ജനങ്ങൾക്ക് ദീർഘകാലമായിട്ട് വളരെ വലിയ ഒരു ദുരിതം നൽകുകയായിരുന്നു. ഈ ടോൾ പിരിവിന്റെ ഭാഗമായി തന്നെ വലിയ ഗതാഗത കുരുക്ക് ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിൽ ഉണ്ടാകുന്നതും പതിവായിരുന്നു. നമുക്കറിയാം, ഈ അടുത്ത് തന്നെ വലിയ ഗതാഗത കുരുക്കാണ്, ഏതാണ്ട് 12 മണിക്കൂറോളം നീണ്ട ഗതാഗത കുരുക്കാണ് ഇവിടെ ഉണ്ടായത്. പക്ഷേ അതിന് മുന്നേ തന്നെ ഈ പാലിയേക്കര ടോൾ പിരിവ് 4 ആഴ്ചത്തേക്ക് നിർത്തിവെക്കുവാനുള്ള ഒരു സാഹചര്യം ഹൈക്കോടതി ഒരുക്കിയിരുന്നു. താൽക്കാലികമായിട്ടായിരുന്നു. ഷാജി കോടനാടിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഹർജി ഹൈക്കോടതിയിൽ എത്തുകയും ഇതിന്റെ ഭാഗമായാണ് ഹൈക്കോടതി NHAIയോടും കരാർ കമ്പനിയോടും വിശദീകരണം തേടുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും 4 ആഴ്ചയ്ക്ക് ശേഷം ഇപ്പോൾ വീണ്ടും ടോൾ പിരിവുമായി ബന്ധപ്പെട്ട ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. ഹൈക്കോടതി ഇത്തരത്തിൽ ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിയ ഒരു സാഹചര്യം എന്നത് ഈ ഒരു ദേശീയപാതയിലെ പണി അത് അതിവേഗത്തിൽ നടപ്പാക്കുവാൻ NHAIയും കരാർ കമ്പനിയും തയ്യാറാകണം എന്ന നിർദ്ദേശത്തിന്റെ പുറത്താണ് ഈ ഹൈക്കോടതി താൽക്കാലികമായിട്ട് ഈ ടോൾ പിരിവ് നിർത്തുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു നടപടി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായപ്പോൾ NHAI നേരെ ചെയ്തത് സുപ്രീം കോടതിയെ ഹൈക്കോടതിയുടെ ഈ ഒരു തീരുമാനത്തെ എതിരായിട്ട് സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. പക്ഷേ സുപ്രീം കോടതി NHAIയുടെ ആവശ്യം തള്ളിക്കളയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഇപ്പോൾ വീണ്ടും ഹൈക്കോടതിയിൽ ഈ ഒരു കേസ് പരിഗണനയ്ക്ക് എത്തുന്നത്. അതോടൊപ്പം നമ്മൾ കാണേണ്ടത്, ഈ ടോൾ പിരിവ് നിർത്തിയ ഒരു സമയത്ത് ഈ ടോളിന്റെ ഭാഗമായിട്ട് ജനങ്ങൾക്ക് ഈ കമ്പനി ഒരുക്കിയിരുന്ന പല സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ആംബുലൻസ് സർവീസുകൾ പോലുള്ള പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഈ സർവീസുകളെല്ലാം ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ NHAIയുടെ ഭാഗമായി നിന്നുകൊണ്ട് ഈ ഒരു ടോൾ പിരിവിന് നടത്തുന്ന കരാർ ഏറ്റെടുത്തിരിക്കുന്ന കമ്പനി. ഏതായാലും ഇപ്പോൾ ഈ ഒരു NHAIക്കെതിരായിട്ടുള്ള കൂടുതൽ നടപടികൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ, ടോൾ പിരിവ് നിർത്തിവെച്ച നടപടി നീട്ടുമോ എന്നതെല്ലാമാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. അതോടൊപ്പം തന്നെ NHAIക്ക് ഇത് വലിയ ഒരു നിർണായക ഘട്ടം തന്നെയാണ്. പ്രത്യേകിച്ചും ഈ ഹർജിക്കാരൻ പറയുന്നത് പ്രകാരമാണ് എങ്കിൽ ഈ ദേശീയപാതയുടെ നിർമ്മാണത്തിന് ചെലവായതിലും എത്രയോ അധികം തുക ടോളായി ഇതിനോടകം പിരിച്ചെടുത്തിരിക്കുന്നു എന്ന ഒരു വാദവും നിലനിൽക്കുന്നുണ്ട്. റീജിത്ത്, ക്രിസ്റ്റീന. ശരി, കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അമൽ സുരേന്ദ്രൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.